കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അതായത് ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് മനസ്സമാധാനത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനുമായിട്ട് ഒരു അഭിഹിത ബന്ധം അല്ലെങ്കിൽ അഡൾട്ടറി ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. ഈ ഭാര്യയുടെ ഈ അഡൾട്ടറിയെ തുടർന്ന് ഭർത്താവിന് എന്ത് സംഭവിക്കുന്നു? ജോലിയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നു, സൊസൈറ്റിയിൽ അദ്ദേഹത്തിൻ്റെ മാനം നഷ്ടപ്പെടുന്നു, ഭാര്യയുടെ ഭാഗത്തു നിന്നുമുള്ളതുപോലുള്ള കാര്യങ്ങൾ മൂലം കുട്ടികൾക്ക് സ്കൂളിൽ ഒരുപാട് വിഷമങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇദ്ദേഹത്തിന് ഫിസിക്കലി മെൻ്റലി എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? ഭയങ്കരമായ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഭാര്യ മൂലം ഭർത്താവിന് ഇങ്ങനൊരു മാനസിക സമ്മർദ്ദം വന്നതുകൊണ്ട് കോമ്പൻസേഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഡിഫേമേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? കോടതിയിൽ കുടുംബ കോടതിയിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭർത്താവിൻ്റെ ഈ വിഷമതകളും എല്ലാ കാര്യങ്ങളും സത്യമാണ് എന്ന് പ്രൂഫ് സഹിതം കുടുംബ കോടതിക്ക് മനസ്സിലായപ്പോൾ കുടുംബ കോടതി എന്ത് ചെയ്തു? ഭാര്യയിൽ നിന്ന് 4 ലക്ഷം രൂപ ഭർത്താവിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിധി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വിധി വന്നപ്പോൾ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് കുടുംബ കോടതിയുടെ ഈ ഒരു നടപടി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ എന്ത് ചെയ്യുന്നു? നേരെ ഹൈക്കോടതിയിലേക്ക് ഈ കേസ് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കോടതി നോക്കി, ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കോടതി നോക്കി. അതിനുശേഷം ഹൈക്കോടതി ചെയ്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബ കോടതി വിധിച്ച 4 ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ എന്ന് പറയുന്ന വിധി കോടതി റദ്ദാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. റദ്ദാക്കാനായിട്ടുള്ള കാരണം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡൾട്ടറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഭാര്യയുടെ അഡൾട്ടറി മൂലം ഭർത്താവിന് ഒരു മാനസിക സമ്മർദ്ദം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരിക്കലും ഭാര്യയിൽ നിന്നും കോമ്പൻസേഷൻ മേടിക്കുവാനായിട്ടുള്ള ഒരു ലീഗൽ ഓപ്ഷനായിട്ട് ഇന്ത്യയിൽ നിലവിൽ ഇല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടാവുകയും ആ നിരീക്ഷണത്തെ തുടർന്ന് ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട 4 ലക്ഷം രൂപ എന്നുള്ള കുടുംബ കോടതി വിധി റദ്ദാക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇത് മറ്റുള്ളവർക്ക് തെറ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യനെ ഒഴിവാക്കാൻ വേണ്ടി കള്ള അഡൾട്ടറി കേസല്ല ഭർത്താവ് ആരോപിച്ചിരുന്നത്. സത്യസന്ധമായിട്ടുള്ള വിത്ത് സോളിഡ് പ്രൂഫ് സഹിതമുള്ള ഒരു അഡൾട്ടറി കേസാണ് ആരോപിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇതുപോലെയുള്ള ഒരു വിധി നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വളരെ റയറായിട്ടുള്ള ഒരു വിധിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കിത് വീഡിയോയിൽ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.